നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ അകത്താണ്. ഇത് ചീങ്കണ്ണി പുഴേൻ്റെ തീരത്താണുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നത് മഡ് പഡ്ലിംഗ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വർഷം നമ്മൾ വന്ന് കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ ഇപ്പം പൂമ്പാറ്റകളുടെ സർവേ നടക്കുന്നുണ്ട്. ആറളം വന്യജീവി സങ്കേതത്തിൽ ഇവിടെയുള്ള വലിയ ജീവികളെയും അതുപോലെ ചെറിയ ഇൻസെക്റ്റുകളെയും ഒക്കെ ഏകദേശം അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ്. ഏതാണ്ട് 266ഓളം പൂമ്പാറ്റകളും അതുപോലെ 100-ലധികം തുമ്പികളും 4 ഇനം വേഴാമ്പലുകൾ ഉൾപ്പെടെ നിരവധി പക്ഷികളും സസ്തനികളും ഉരകങ്ങളും ജലജീവികളും പ്രാണികളും ഒക്കെ കൊണ്ട് ആകെ സമൃദ്ധമായിട്ടുള്ളൊരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ് നമ്മുടെ ഈ ആറളം വന്യജീവി സങ്കേതം. കുട്ടികൾക്കൊക്കെ നമ്മൾ ഫാമിലിയായിട്ടും കുട്ടികളെയൊക്കെ കൂട്ടി പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നമ്മുടെ പൂമ്പാറ്റകളുടെ മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചീങ്കണ്ണി പുഴേൻ്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഈ വർഷം വളരെ റെയറായിട്ട് കുറച്ച് തന്നെ പോകുന്നുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരു മിനിറ്റിൽ ഏതാണ്ട് 12,000-ലധികം പൂമ്പാറ്റകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യം ഉണ്ടായിരുന്നു. ഈ വർഷം പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ വരാം. നമ്മുടെ അടുത്ത് തന്നെയാണ്, കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. നമ്മളൊക്കെ ബയോളജി പാഠപുസ്തകങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് പഠിച്ച ആളുകളാണ്. അപ്പോൾ അതിലേക്കാണ് ഉപരി അനുഭവ സമ്പത്ത് കൊണ്ട് ഇത്തരം ജീവജാലങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കിയ പല തസ്തികയിലുള്ള പല ജീവനക്കാരുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് നമ്മുടെയോടൊപ്പം ഇവിടുത്തെ രജനി ചേച്ചിയുണ്ട്. ഇവിടുത്തെ ഒരു ഗൈഡാണ്. അപ്പോൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് രജനി. ഇവിടെ എന്തായിട്ടാ? ഗൈഡായിട്ട്. ഒന്ന് നമ്മൾ ഈ ആറളം സാങ്ച്വറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇത് ആറളം സാങ്ച്വറി, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നായിരുന്നു അറിയപ്പെടുന്നത് ഇത്രയും കാലം. ഇപ്പോൾ അത് ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ആകപ്പാടെ 327 ഇനം ബട്ടർഫ്ലൈ ആണ് കാണപ്പെടാറ്. അതിൽ 266 ഇനം ബട്ടർഫ്ലൈയും ഇവിടെ ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും ബട്ടർഫ്ലൈൻ്റെ റിസർച്ചും കാര്യങ്ങളും നടക്കുന്നതാണ്. എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് സർവേ നടക്കുന്നത്. അതുപോലെ തന്നെ ഡിസംബർ ജനുവരി ബട്ടർഫ്ലൈ സീസൺ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേങ്കിൽ ഈ വർഷം കാലാവസ്ഥ വ്യതിയാനം ആയതുകൊണ്ടാകാം കോമൺ ആൽബ്രട്ടോസ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈൻ്റെ മൈഗ്രേഷൻ്റെ സമയമായിരുന്നു. മഡ് പഡ്ലിംഗ് ഒക്കെ ഉണ്ടാകും ധാരാളം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ 12,000 സംതിങ് ബട്ടർഫ്ലൈ ആണ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഈ വർഷം കാലാവസ്ഥ വ്യതിയാനം ആയതുകൊണ്ടാണ് ബട്ടർഫ്ലൈ അധികം ഇല്ല. ചൂട്ട എന്ന് പറയുന്ന മരത്തേലാണ് അതിൻ്റെ ഈ ബട്ടർഫ്ലൈ, ആ മരത്തിൻ്റെ ഇലകളിലാണ് അത് വന്നിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ കോമൺ ആൽബ്രട്ടോസ്. പക്ഷെ അത് വലിയ കുന്നുള്ള കുന്നേലെ വലിയ മരമാണ് ചൂട്ട എന്ന് പറയുന്നത്. അത് മഴയുടെ അവസ്ഥ, മഴ കൂടിയത് കാരണം അതിൻ്റെ മുട്ടയെല്ലാം നശിച്ചു കാണും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇല്ലാത്തത്. വളരെ കുറവാണ് ഈ വർഷം കോമൺ ആൽബ്രട്ടോസ്. ഉണ്ടാകലുണ്ട്. കഴിഞ്ഞ വർഷം നിറയെ ഉണ്ടായിരുന്നു. അന്നേരമാണ്, കഴിഞ്ഞ വർഷമാണ് 5 മിനിറ്റിനുള്ളിൽ തന്നെ 12,000 സംതിങ് ബട്ടർഫ്ലൈ പാസ് ചെയ്യും. അത് നല്ല വെയിലുള്ള സമയത്താണ്. അതിൻ്റെ മഡ് പഡ്ലിംഗ് ഒക്കെ ഉണ്ട്. അത് ആൺശലഭങ്ങളാണ് ഇങ്ങനെ മഡ് പഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചെളിക്കകത്ത് ഇങ്ങനെ അതിൻ്റെ ധാതു ലവണങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് മഡ് പഡ്ലിംഗ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വർഷം തീരെ കുറവാണ്. പിന്നെ ഈ ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ 5 തരം കുരങ്ങാണുള്ളത്. അത് സിംഹവാലൻ കുരങ്ങ്, ഹനുമാൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, നാടൻ കുരങ്ങ്, കുട്ടിത്തേവാങ്ക്. ഇവിടെയുള്ള ഒട്ടുമിക്ക ജീവികളെക്കുറിച്ചും റിസർച്ച് നടക്കുന്നതാണ്. അതുപോലെ തന്നെ പക്ഷികളാണേലും 247 ഇനം പക്ഷികളുണ്ട്. അതിൻ്റെ റിസർച്ച് നടക്കുന്നത് എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ്. പിന്നെ ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ 55 സ്ക്വയർ കിലോമീറ്ററാണ്. 2 കിലോമീറ്റർ വരെയാണ് നമുക്ക് നടന്നു വരാനുള്ള ഏരിയ. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ വരെ പോകണമെങ്കിൽ ജീപ്പ് സൗകര്യം, ഓഫ് റോഡ് വണ്ടി വേണം. അങ്ങനെ പോകാൻ പറ്റും. നമ്മുടെ ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട്, നിങ്ങളുടെ ഓഫ് റോഡ് വണ്ടി എടുത്തിട്ടാണെങ്കിലും അങ്ങനെയും പോകാം. അല്ല പ്രൈവറ്റ് ജീപ്പ് ഇവിടെ ഓടുന്നുണ്ട്. അവർക്ക് 1300 അവർ പറയുന്നത്. അങ്ങനെ ഒരു ടീമിൽ 5 പേരെങ്കിലും വേണം. 5 പേരില്ലെങ്കിൽ 5 പേരുടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാം. ഒരാൾ തന്നെയാണെങ്കിലും പോകാൻ പറ്റും. 530 രൂപ അങ്ങനെ അടയ്ക്കേണ്ടി വരും. വണ്ടി കയറുന്നുണ്ട്. വണ്ടീൻ്റെ എൻട്രി ഫീ 110. അങ്ങനെ. മറ്റ് വലിയ മൃഗങ്ങൾ, മാമൽസ് ഒക്കെ ഏതൊക്കെയാണ്? അത് ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കരടി, എല്ലാ ജീവികളും ഉണ്ട്. പക്ഷെ നമുക്ക് ജീവികളെല്ലാം കാണാമെന്ന് ഓർത്തിട്ട് നമുക്ക് കാട്ടിനകത്ത് കയറാൻ പറ്റില്ല. നല്ല തിക്കായ ഫോറസ്റ്റാണ്.
ആനിമൽ സൈറ്റിങ് വെരി റെയറാണ്. മിക്കവാറും സമയങ്ങളിൽ കാണാറുണ്ട്. നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതെ, നമ്മളൊരു ഭാഗ്യം പോലെ. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എത്ര വർഷമായി ചേച്ചി സർവീസിൽ? ഞാൻ ഒരു 2.5-3 വർഷത്തിൻ്റെ അടുത്തായി. അതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇതുപോലെ മൃഗങ്ങളെ കൺമുന്നിൽപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നടന്നിട്ട് ഈ 2 കിലോമീറ്റർ നടന്നിട്ട് വരുമ്പോൾ കടുവേനെയാണേലും പുലീനെയാണേലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അവർ വെള്ളം കുടിച്ചിട്ടൊക്കെ ഈ ചീങ്കണ്ണിപ്പുഴ, ഇത് ചീങ്കണ്ണിപ്പുഴയാണ്. അപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാനൊക്കെ വരുന്നതും വന്നിട്ട് പോകുന്നൊക്കെ സമയത്ത് മിന്നായം പോലെ ഇങ്ങനെ കാണാമെന്ന് മാത്രം. അങ്ങനെ അപകടങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഡേഞ്ചർ സിറ്റുവേഷൻ ഇല്ല. ഇതുവരെ ഡേഞ്ചർ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിനടുത്ത് ആറളം ഫാമിലൊക്കെ ഉണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം.